ബീഹാർ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് പ്രധാനമായും. വോട്ടെണ്ണലിന് ഇനി കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ ബാലറ്റ് ആവും എണ്ണുക. അതിനുശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ ഓരോന്നായി എണ്ണി തുടങ്ങും. 10 മണിയോടുകൂടി ഫലസൂചനകളും 12 മണിയോടുകൂടി ഏകദേശ ചിത്രവും വ്യക്തമാകും. ബീഹാറിലെ ഈ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം വന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. SIR നടപ്പാക്കിയതിന് ശേഷം വരുന്ന തിരഞ്ഞെടുപ്പാണ്. അങ്ങനെ ഒരുപാട് ജൻസുരാജ് പാർട്ടി ആദ്യമായിട്ട് അരങ്ങേറുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആ തിരഞ്ഞെടുപ്പ് ഫലം സ്ത്രീകൾ നിർണ്ണയിക്കുമെന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് ഫലമാണ്. അപ്പോൾ ജനപ്രിയനായ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തുടരുമോ അതോ തേജസ്വി യാദവ് അധികാരത്തിലേക്ക് എത്തുമോ തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇനി ഒരു അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ഒരു ചിത്രം പൂർണ്ണമാകാൻ പോകുന്നത്. ബീഹാർ രാഷ്ട്രീയം ഇനി എങ്ങോട്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയാവാൻ പോകുന്നത്. ശരത്ലാൽ കൂടി തുടരുന്നുണ്ട്. ശരത്തെ, ഇനിയിപ്പോൾ കൃത്യം 8 മിനിറ്റ്. ഗുഡ് മോർണിംഗ് സേതു. ഇനി കൃത്യം 8 മിനിറ്റും കൂടെ ഉള്ളൂ. അതെ സേതു, കൃത്യം 8 മിനിറ്റ്. കാരണം ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം അത് ഇനി എണ്ണിത്തുടങ്ങാൻ 8 മിനിറ്റ്. ഇതിൻ്റെ കൂടെ തന്നെ 501 കിലോ ലഡുവാണ് ഇപ്പോൾ BJP ബീഹാർ ഘടകം ഓർഡർ ചെയ്തിട്ട് ആഘോഷത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ രസഗുളയുണ്ട്. എന്നാൽ അത്ര ആത്മവിശ്വാസത്തിലാണ് NDA എന്ന് വേണം പറയാൻ. ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് തിരിച്ചടിയാൽ ഈ ലഡുകളൊക്കെ എന്ത് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം. എന്നാൽ ഇപ്പോൾ BJP 501 ലഡു സ്വന്തം ഓഫീസിൽ വിതരണത്തിനായി എത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ രസഗുളു, അതായത് നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മധുര പലഹാരമാണ്, സേതുലക്ഷ്മിക്ക് അറിയാം. അപ്പോൾ ഇത്തരമൊരു ആഘോഷത്തിലൂടെ കോപ്പ് കൂട്ടിയിരിക്കുകയാണ്. ഏതായാലും വേറൊരു നിതീഷ് കുമാറിൻ്റെ വസതിക്ക് പൂർണ്ണ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പ് ഫലം എതിരാണെങ്കിൽ ജനങ്ങൾ നോക്കിക്കൊള്ളും എന്ന RJD തേജസ്വി യാദവിൻ്റെ പ്രസ്താവനയാണ്. അല്ലെ, ജനങ്ങൾ നിതീഷിനെതിരെ ജനങ്ങളെ അണിനിരത്തും എന്നുള്ള ഒരു പ്രസ്താവനയിലെ ഒരു ഭയം സുരക്ഷാ സേനകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയാണ് നിതീഷിനെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ബീഹാറിലേക്ക് നമ്മൾ വരുമ്പോൾ ബീഹാറിൽ വനിതകൾ ഈ തവണ ചരിത്രം കുറിക്കുമോ എന്ന് തന്നെ നമ്മൾ സേതുലക്ഷ്മി പറയേണ്ടി വരും. 38 ജില്ലകളായി 46 കേന്ദ്രങ്ങളിൽ പോസ്റ്റൽ വോട്ട് ആദ്യം എണ്ണുന്നതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലെ സൂചനകൾ നമുക്ക് ലഭിക്കാൻ അല്പം വൈകുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം. പോസ്റ്റൽ വോട്ടിലെ സൂചനകൾ പലപ്പോഴും അത് ഒരു യഥാർത്ഥ സൂചനകളായി വരാറില്ല. കാരണം അത് ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം, സാധാരണ ജനങ്ങളുടെ ഒരു വികാരം പോസ്റ്റൽ വോട്ടിൽ ഒരിക്കലും പ്രതിഫലിക്കാറില്ല എന്നതാണ് നമുക്ക് നേരത്തെയുള്ള അനുഭവം. ഏതായാലും പോസ്റ്റൽ വോട്ടിന് ശേഷം മറ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടിംഗ് എണ്ണിത്തുടങ്ങാൻ സമയമെടുക്കും. കാരണം 1 ലക്ഷത്തിന് മേലെ പോസ്റ്റൽ വോട്ടുണ്ട്. അത് എണ്ണിത്തരാൻ സമയമെടുക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഇലക്ട്രോണിക് വോട്ടിംഗ് തരിക. അതുകൊണ്ട് തന്നെ ഈ ബീഹാർ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂചന നമുക്ക് എങ്ങോട്ടാണ് ബീഹാർ തിരിയുന്നതിൻ്റെ സൂചന നമുക്ക് ലഭിക്കാൻ അല്പം വൈകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ രണ്ടാമത് 8 മിനിറ്റിൽ പോസ്റ്റൽ വോട്ട് എണ്ണിത്തുടങ്ങിയാൽ പോലും യഥാർത്ഥ ബീഹാറിൻ്റെ മനസ്സ് എങ്ങോട്ടാണ് തിരിയുക എന്ന് നമുക്ക് ഒരു സൂചന ലഭിക്കണമെങ്കിൽ 8:45 തന്നെ വേണ്ടിവരും, 9 മണിയോടെ വേണ്ടിവരുമെന്നാണ് നമുക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് പറയേണ്ടതുണ്ട്. കാരണം ഒന്ന്, സ്ത്രീ വോട്ടർമാർ ഇപ്പോൾ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. 2015-ലും 2020-ലും